ശരിക്കും എന്താ ഇന്ന് ട്രെയിനിൽ സംഭവിച്ചത്? ഇന്ന് രാവിലെ 120/76 തിരുവനന്തപുരം കോഴിക്കോട് പോണ ജനശതാബ്ദി വർക്ക് ചെയ്ത് വന്ന TTSാണ്. ഞങ്ങൾ പ്ലാറ്റ്ഫോമിൽ നിൽക്കുമ്പോൾ ഏകദേശം ഒരു 5:50 കഴിഞ്ഞപ്പോൾ ഒരു മുഷിഞ്ഞ വസ്ത്രധാരണത്തോടു കൂടി ഒരാൾ വണ്ടിക്കകത്തേക്ക് കയറി. കണ്ടാൽ തന്നെ തോന്നും ടിക്കറ്റ് ഇല്ലാത്തൊരു രീതിയാണ് അദ്ദേഹത്തിന് ബോഡി ലാംഗ്വേജ് മനസ്സിലായത്. ടിക്കറ്റ് ചോദിക്കുമ്പോൾ ടിക്കറ്റ് കാണിക്കാൻ കൂട്ടാക്കിയില്ല. മുന്നോട്ട് പോയി അവിടെ ഒരു വെണ്ടർ നിൽക്കണ്ടായിരുന്നു. ആ വെണ്ടറെ പിടിച്ച് തള്ളി. അപ്പോൾ വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായില്ല. ആ സൈഡ് ഡോർ അടഞ്ഞു കിടക്കായിരുന്നു. പിന്നീട് അദ്ദേഹം D10 കോച്ചിൽ 11 കോച്ചിലാണ് ഈ സംഭവം നടന്നത്. 10 കോച്ചിലേക്ക് മുന്നിട്ട് പോകുമ്പോൾ ഞാൻ പുറകെ ചെന്ന് വീണ്ടും ചോദിക്കുന്നുണ്ട്. ടിക്കറ്റ് ചോദിക്കുമ്പോൾ അദ്ദേഹം ടിക്കറ്റ് ഇല്ല. അവിടെ നിന്ന് പോകുന്ന പാസേജിൽ തുപ്പയും കൈ മുഷ്ടി ഉരുട്ടി എന്നെ ഇടിക്കാൻ വേണ്ടി വന്നു. ഒരു പ്രാവശ്യം കൈ എടുത്ത് എന്നെ മാന്താനായിട്ട് ശ്രമിക്കാൻ പുറകോട്ട് മാറി. രണ്ടാം വട്ടം എടുക്കുമ്പോൾ എൻ്റെ മാസ്കും വലിച്ചു കീറി എൻ്റെ കണ്ണിൻ്റെ ഇവിടെ വന്നു. കുറച്ച് ബ്ലഡ് വന്നു. മോൻ കഴിയാൻ എൻ്റെ കൺസേൺ അതോറിറ്റീനെ ഞാൻ അറിയിച്ചു. ഗാർഡിൻ്റെ അടുത്ത് പോയി ഫസ്റ്റ് എയ്ഡ് എടുത്ത് വർക്കല വരെ ഗാർഡിൻ്റെ കൂടെ നിന്ന് ഫസ്റ്റ് എയ്ഡ് എടുത്ത് വർക്കലയ്ക്ക് ശേഷം ആസ് യൂഷ്വൽ എൻ്റെ ഡ്യൂട്ടി ഞാൻ കണ്ടിന്യൂ ചെയ്തു. കൂടെ വന്ന് റെയിൽവേ ഹോസ്പിറ്റലിൽ പോയി ഫസ്റ്റ് എയ്ഡ് ടെറ്റനസിൻ്റെ ഇഞ്ചക്ഷൻ എടുത്തിരുന്നു. ഇതെപ്പോഴാണ് സംഭവിച്ചത്? ഏകദേശം 5:50 ഇന്ന് രാവിലെ. ആള് ഞാൻ പുറകെ കുറച്ച് ദൂരം പോയപ്പോഴാണെങ്കിൽ ആളെ കണ്ടറിയാൻ പറ്റും. കിട്ടിയില്ല. സ്റ്റെപ്പ് കയറി മുകളിലേക്ക് പോയി. എന്താ ശരിക്കും അടയാളം? എന്താ, എവിടെയാണ് ഇറങ്ങിയത്? ട്രിവാൻഡ്രം സെൻട്രൽ പ്ലാറ്റ്ഫോം 2 വെച്ചാണ് ഈ പ്രശ്നം നടക്കുന്നത്. D11 കോച്ചിൻ്റെ ഫ്രണ്ടിലായിരുന്നു. പിന്നെ ഞങ്ങൾ കോച്ച് ചെയിൻ പുള്ളി ചെയ്ത് വണ്ടി നിൽക്കി പോലീസൊക്കെ അപ്പോഴും അതിന് ശേഷമാണ് പോലീസ് വരണത്. അതിന് മുമ്പ് പോലീസൊന്നും ആ പരിസരത്ത് ഉണ്ടായില്ല. എൻ്റെ സഹപ്രവർത്തകർ വിളിക്ക്. അവർ ഫസ്റ്റ് എയ്ഡിനുള്ള കാര്യങ്ങൾ ഗാർഡിനോട് ചെയ്തു. ഞാൻ ഡ്യൂട്ടി കണ്ടിന്യൂ ചെയ്തു. ഇവിടെ ആഴത്തിലുള്ള മുറിവ് അല്ലെങ്കിൽ കൂടി പേടിയാണ് വർക്ക് ചെയ്യാൻ. അപ്പോൾ ഞങ്ങളുടെ കൂട്ടത്തിലൊരാൾ മരിച്ചിട്ട് ഇന്നലെ ഞങ്ങൾക്ക് അവസാനമായിട്ട് കാണാൻ പോലും സാധിച്ചില്ല. ഇന്നലെ ഇതേ വണ്ടി ഞങ്ങൾ തിരുവനന്തപുരത്ത് പോയതാണ്. ഓരോ യാത്രക്കാരെയും സുരക്ഷിതത്വം ഉറപ്പാക്കേണ്ടത് നമ്മുടെ എല്ലാവരും ആവശ്യമാണ്. സുരക്ഷ കുറവാണെന്ന് തോന്നിയിട്ടുണ്ടോ? റെയിൽവേ പോലീസൊക്കെ ആവശ്യത്തിനുണ്ടോ? ക്ഷമമായിട്ട് മുന്നോട്ട് പോകണം. കാരണം ഞങ്ങളുടെ കൂട്ടത്തിൽ ലേഡീസും ഉണ്ട്. ഒരു മെയിൽ TTI എനിക്ക് ഒരു അനുഭവമാണെങ്കിൽ രാത്രി പോകുന്ന വണ്ടികൾ എറണാകുളം സൗത്ത് ഡിപ്പോയിൽ ഉള്ള വണ്ടികളേക്ക് ദീർഘദൂര വണ്ടികളാണ്. കൂടുതൽ ഹിന്ദി യാത്രക്കാർ, അതിഥി തൊഴിലാളികൾ എന്ന് പറയപ്പെടുന്നവർ കൂടുതലുള്ള ഒരു വണ്ടികളുണ്ട്. മംഗള, പാറ്റ്ന എക്സ്പ്രസ്. ഇപ്പോൾ വിനോദേണ്ട സംഭവിച്ച വണ്ടിയാണ് പാറ്റ്ന. ആ വണ്ടിയുടെ യഥാർത്ഥ മുഖം കാണണമെങ്കിൽ തിരുപ്പൂരിന് ശേഷമാണ്. നമുക്ക് പണ്ടൊക്കെ ഞങ്ങൾ എന്തെങ്കിലും കാരണത്തിൽ പുറത്തിറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ കോട്ട് അഴിച്ചു കഴിഞ്ഞാൽ കയറാൻ പറ്റത്തില്ല. കാരണം അവരത്രയായിരിക്കും. അവർ വളരെ എന്തും ചെയ്യാൻ മടിയില്ലാത്തവരാണ്. ഇതിപ്പോൾ പക്ഷേ ഇദ്ദേഹം ഒരു മലയാളം ചെറുതായിട്ട് സംസാരിക്കുന്നുണ്ട്. മലയാളിയാണോ എന്ന് എനിക്ക് പൂർണ്ണമായിട്ട് അറിയില്ല. സ്റ്റെപ്പ് കയറി മുകളിലേക്ക് പോയി വീണ്ടും ആളുടെ അടുത്തെത്തി വീണ്ടും ആക്രമിക്കാനായിട്ട് വരാണ്. ഞാൻ പുറകോട്ട് വലിഞ്ഞതാണ്. അതല്ലെങ്കിൽ ഈ ഒരു അവസ്ഥയായിരിക്കില്ല എനിക്കുണ്ടാവുന്നത്. മാനസികമായിട്ട് ആകെ ഒരു തകർന്നൊരവസ്ഥ. ഇപ്പം എന്താ നടപടി സ്വീകരിച്ചിരിക്കുന്നത്? ഞങ്ങളുടെ കേസായിട്ട് മുന്നോട്ട് പോകും. ഞങ്ങളുടെ ഓഫീസിൽ അതിനായിട്ട് ബന്ധപ്പെട്ട് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്.